ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ അച്ഛന്റെ ചുമ കേട്ട് തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ സാധാരണ ചുമ പോലെയാണ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിർത്താൻ പറ്റാത്ത വിധം കൂടി വന്നു. അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിജക്ക് വല്ലാത്ത പേടിയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. അച്ഛൻ എന്താ ഇത്ര നേരം ചുമക്കുന്നത്? കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവൾ അച്യുതന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ഒന്നും മിണ്ടാതെ തന്റെ കൈകളിലേക്ക് പഴയ വെളുത്ത ആ ഒരു തോർത്തിങ്ങനെ ആഞ്ഞു ചുമച്ചങ്ങ് തുപ്പി. പെട്ടെന്ന് ആ തോർത്തു നോക്കിയ ഭൂമികയുടെ നെഞ്ചൊന്ന് കാളി. അവളുടെ ശ്വാസം ഒരു നിമിഷം അങ്ങ് നിലച്ചു പോയതുപോലെ തോന്നി. ആ വെളുത്ത തുണിയിൽ ചുവന്ന നിറത്തുള്ള ചോരപ്പാടുകൾ കഫത്തോടൊപ്പം തന്നെ രക്തവും കലർന്നു നിൽക്കുന്നു. അച്ഛാ, ഇതെന്താ ഇത്? ചോരയോ? അവളുടെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ ഭയം ഇരിച്ചു കയറി. ഏയ്, ഒന്നുമില്ല മോളെ, നീ വെറുതെ പേടിക്കാതെ. ഇത് നന്നായിട്ട് ചുമച്ചപ്പോൾ തൊണ്ട പൊട്ടിയതായിരിക്കും, കഫക്കെട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെതായിരിക്കുമെന്ന് അച്യുതൻ വളരെ കഷ്ടപ്പെട്ട് കിതച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം തളം കെട്ടി നിന്നിരുന്നു. കണ്ണുകളെല്ലാം തന്നെ കൊഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. അച്ഛന് ഈ ചുമ തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നുണ്ട് അച്ഛാ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. ഭൂമിജ വാശി പിടിച്ചു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. മോളെ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് വീട്ടിലിരിക്കാം സമാധാനത്തോടെ. പിന്നെ എപ്പോഴെങ്കിലും പോവാമെന്ന് പറയും. ഇപ്പൊ നീ വെറുതെ ടെൻഷനാവാതെ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചു. ഇല്ല അച്ഛാ, ഇതിനി പിന്നത്തേക്ക് വെക്കാനൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ പോവണമെന്ന്. അച്ഛൻ എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭൂമിക വിടാൻ ഭാവമില്ലായിരുന്നു. അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്ത ആ പെൺകുട്ടിയുടെ ഉള്ളിലെ സമാധാനം മുഴുവൻ കെടുത്തിയിരുന്നു. ഒടുവിൽ അവളുടെ സ്നേഹനിർബന്ധത്തിന് മുന്നിൽ അച്യുതന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഭൂമിക നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഇതേ സമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് സത്യൻ തന്റെ മുറിയിൽ കസേരയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അയാളുടെ മുന്നിലെ ചെറിയ മേശപ്പുറത്ത് ഒരു മദ്യക്കുപ്പി ഇരിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല. അയാളുടെ മനസ്സ് മുഴുവൻ അന്ന് രാവിലെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടിയായിരുന്നു, ഭൂമിജ. അവളുടെ പേര് ഓർക്കുമ്പോൾ തന്നെ സത്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്ത് നല്ല കുട്ടിയാണ് അവള്. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് ഒരു ചെറിയ ചായക്കട നടത്തുക. സി ഏഷ്യൻ എന്നോ മറ്റോ ആണ് കടയുടെ പേര്. ഇഡ്ഡലിയും ദോശയും ചായയും ഒക്കെ കൊടുത്ത് ആ കുട്ടി അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താ വല്ലാത്തൊരടുപ്പം തോന്നിപ്പോയി. ഞാൻ 22 വർഷം മുൻപുള്ള എന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിലേക്ക് ചെന്നത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി, എന്റെ ഭാര്യയും മോളെയും കാണാനില്ല എന്ന പരാതി. അതാലോചിച്ച് വിഷമിച്ച് പുറത്തേക്ക് ഇരിക്കുമ്പോഴാണ് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. അവളോട് സംസാരിച്ചപ്പോഴെന്തോ വലിയൊരു ആശ്വാസം തോന്നി. സത്യൻ മനസ്സിൽ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവളെ കണ്ടപ്പോൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ. എന്റെ മോൾ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ അതേ പ്രായം തന്നെ ആയിരുന്നേനെ. സത്യം പറഞ്ഞ എന്റെ ഭാര്യയുടെ അതേ മുഖഛായല്ലേ ആ കുട്ടിക്ക്. അതെ, അവളുടെ മൂക്കും കണ്ണുമൊക്കെ എന്റെ ഭാര്യയെ പോലെ തന്നെയാണ്. ഏതായാലും നാളെ ഒന്നുകൂടി ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ വരെ ഒന്ന് പോകണം. അവളുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചറിയണം. അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഒന്ന് കാണണം. സത്യന്റെ മനസ്സിൽ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും തിരുനാളം കത്തുന്നത് പോലെ തോന്നി. അങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശിയും സംഗീതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ സത്യൻ പെട്ടെന്ന് എഴുന്നേറ്റു. ആ, ഇതാര്? അമ്മയും സംഗീതയോ? വാ, അകത്തേക്ക് കയറി വാ. നിങ്ങൾ സാധാരണ ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ. ഏതായാലും വന്നത് നന്നായി, സത്യൻ സന്തോഷത്തോടെ പറഞ്ഞു. മുത്തശ്ശിയുടെ കണ്ണുകൾ നേരെ പോയത് മേശപ്പുറത്തിരുന്ന ആ ഒരു മദ്യക്കുപ്പിയിലേക്കാണ്. അവരുടെ മുഖം പെട്ടെന്ന് മാറി. നീ എന്താണ് ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നോ? നിനക്ക് നിർത്താൻ പാടില്ലേ? മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. അയ്യോ അമ്മേ, ഞാൻ മദ്യപിച്ചതൊന്നുമല്ല, കുപ്പി അവിടെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. എന്തോ ഇന്ന് എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല, സത്യം വളരെ ശാന്തമായി പറഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശിക്കും സംഗീതക്കും വലിയ അത്ഭുതമായി. അതെന്താ അങ്ങനെ? നിനക്ക് കുടിക്കാൻ തോന്നുന്നില്ലെന്നോ? സാധാരണ രാത്രിയിൽ ഈ മരുന്ന് കഴിക്കുന്നത് പോലെ നീ കുടിച്ചില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല എന്നാണല്ലോ നീ പറയുന്നത്. എത്ര പ്രാവശ്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു വല്ല ഹോസ്പിറ്റലിലേക്കോ മറ്റോ ഡി അഡിക്ഷൻ സെന്ററിലേക്കോ ഒന്ന് പോയി ഇതൊന്ന് മാറ്റാൻ. മുത്തശ്ശി വീണ്ടും അങ്ങ് വഴക്ക് പറഞ്ഞു. അമ്മേ, ഞാൻ പലതും മറക്കാൻ വേണ്ടിയിട്ടാണ് കുടിച്ചിങ്ങനെ തുടങ്ങുന്നത്. എൻ്റെ ഭാര്യയുടെയും മോളുടെയും ഒക്കെ ഓർമ്മകൾ. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കിതിൽ നിന്നും തൊടാൻ പോലും തോന്നുന്നില്ല. ഈ ഇരിക്കുന്ന കുപ്പി ഇന്നലെ വാങ്ങി വെച്ചതാ, അല്ലാതെ ഞാൻ ഇന്ന് കുടിക്കാൻ എടുത്തു വെച്ചതൊന്നുമല്ല. സത്യന്റെ വാക്കുകളിൽ വല്ലാത്തൊരു മാറ്റമുണ്ടായിരുന്നു. സംഗീത അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതെന്താ ഏട്ടാ ഇന്നിങ്ങനെ തോന്നാൻ കാരണം? ഏട്ടന്റെ മുഖത്ത് എന്തോ വലിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. എന്തുപറ്റി? സന്തോഷമുള്ള വല്ല കാര്യവും നടന്നോ? സത്യൻ ചെറിയൊരു ചിരിയോടുകൂടി അവരോട് പറഞ്ഞു. ഞാൻ ഇന്ന് അജയനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. സ്റ്റേഷന്റെ തൊട്ടു മുന്നിലായിട്ട് ചെറിയൊരു ചായക്കട നടത്തുകയായിരുന്നു അവൾ. ഭൂമിജ എന്നാണ് പേര്. അവളെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാമേ. എന്തൊരു നല്ല പെൺകുട്ടിയാണെന്നറിയോ? എന്റെ മോൾ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതേ പ്രായം തന്നെ ആയിരുന്നേനെ.
പിന്നെ എൻ്റെ ഭാര്യയില്ലേ അമ്മേ, അവളുടെ അതേ ഒരു ഫേസ് കട്ടാണ് ആ കുട്ടിക്ക്. അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. മുത്തശ്ശി അത് കേട്ടൊന്ന് ചിരിച്ചു. ഹാ, കൊള്ളാലോ. സാധാരണ നിനക്ക് ഇങ്ങനെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ. നിന്റെ ഭാര്യയും മോളെയും കാണാനില്ലെന്ന് പറഞ്ഞുള്ള ആ ഒരു പരാതി അന്വേഷിക്കാൻ പോയത് കൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. ഏതായാലും ആ കുട്ടി കാരണം എൻ്റെ മോനിന്ന് കുടിക്കണമെന്ന് തോന്നിയില്ലല്ലോ. അത് തന്നെ വലിയ സന്തോഷം. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. മുത്തശ്ശി കാര്യത്തിലേക്ക് കടന്നു. എന്ത് കാര്യമാ അമ്മേ? സത്യം ചോദിച്ചു. അതെ, നമ്മുടെ അജയന്റെ അടുത്ത് നീ ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണം. നമ്മുടെ അഞ്ജനയുടെയും അവന്റെയും കല്യാണ കാര്യം. സത്യന്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അമ്മേ, ഞാൻ അത് അവനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ പറഞ്ഞത് മറ്റൊരു പെൺകുട്ടിയുടെ കാര്യമാണ്. അവൻ അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നാ. മുത്തശ്ശിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. എടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇത്രയും നാളായല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്. അവൻ ആ പെൺകുട്ടിയെ വിചാരിച്ച് മാത്രം അങ്ങ് ജീവിക്കാൻ പറ്റുമോ? പോരാത്തതിന് അവൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല. പക്ഷേ അമ്മേ, അവന്റെ മനസ്സിൽ ആ ഒരു പെൺകുട്ടി മാത്രമാണ്. അവൻ അവളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. അവന്റെ വിശ്വാസം. അങ്ങനെയിരിക്കെ അവൻ അഞ്ജനെ കല്യാണം കഴിച്ച അത് വലിയൊരു ചതിയാവില്ലേ അമ്മേ? എത്രയോ വർഷമായിട്ട് അവർ പ്രണയിക്കുന്നതാ. സത്യൻ അങ്ങനെ അജയനെ ന്യായീകരിച്ചു. എടാ, പക്ഷെ ഞാൻ അഞ്ജനക്ക് വാക്ക് കൊടുത്തുപോയിടാ. ഇനിയിപ്പോ നീ തന്നെ അവനോട് കാര്യമായിട്ട് ഒന്നുകൂടി സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം. നിനക്കറിയാലോ, എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എന്റെ ഈ പേരക്കുട്ടികളുടെ കല്യാണം കണ്ടുവേണം എനിക്കൊന്ന് കണ്ണടക്കാനെന്ന എന്റെ ആഗ്രഹമെന്ന് മുത്തശ്ശി സെന്റിമെന്റായി തന്നെ പറയാൻ തുടങ്ങി. അമ്മേ, പറയുന്നത് കേൾക്ക് സത്യ. നിനക്കറിയാലോ, അഞ്ജനക്ക് ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ട എല്ലാത്തിനും കാരണം നീയാണെന്ന അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഒരു സങ്കടമെങ്കിലും നമ്മൾ കാണണ്ടേ? നീ ഒന്നുകൂടി അവനോടൊന്ന് സംസാരിക്ക്. സത്യനൊടുവിൽ ഗത്യന്തിരമില്ലാതെ തന്നെ സമ്മതിച്ചു. ശരി അമ്മേ, ഞാൻ നാളെ ഒന്നുകൂടി പോയിട്ട് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഏതായാലും ആ കുട്ടിയുടെ ചായക്കടയിൽ ഒന്ന് പോയിട്ട് ചായം കുടിക്കാലോ. ഓ, അപ്പോ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ നീ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ? സംഗീത തമാശ രൂപേണ ചോദിച്ചു. അയ്യോ, അതല്ലമ്മേ, അവളോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. സത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രി കുറച്ചധികം വൈകിയിരുന്നു. അജയ് തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അവിടേക്കാണ് മുത്തശ്ശി വന്നത്. സത്യനോട് സംസാരിച്ചുവെങ്കിലും മുത്തശ്ശിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ അജയനോട് നേരിട്ട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അജയ്, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ അഞ്ജനയെ വിവാഹം കഴിക്കണം. മുത്തശ്ശി വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയത്. അജയ് വലിയൊരു നെടുവീർപ്പിട്ടു. മുത്തശ്ശി, ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് എന്റെ പഴയതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് വേറെ ആരെയും പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ. അവൾ തിരിച്ചു വരും മുത്തശ്ശി. എടാ, അവൾ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി നീ ഇങ്ങനെ കാത്തിരിക്കുന്നു? അവൾ വരാനാണെങ്കിൽ എപ്പോഴേ വന്നേനെ. ഒരു ഫോൺ കോൾ പോലുമില്ല, ഒരു മെസ്സേജുമില്ല. പിന്നെ നീ എന്തിനാ വെറുതെ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്? നിന്റെ പ്രായം ഇപ്പൊ എത്രയാന്ന് നിനക്കറിയാമോ? 30 വയസ്സാവാറായി. കല്യാണമൊക്കെ കഴിക്കേണ്ട പ്രായം കഴിഞ്ഞു. മുത്തശ്ശി അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, പേരക്കുട്ടികളായിട്ട് എനിക്കിപ്പോൾ നീയും അഞ്ജനയും മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെയില്ല. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ പേരക്കുട്ടിയെ കണ്ടുവേണം എനിക്ക് കണ്ണടക്കാനെന്ന എന്റെ അവസാനത്തെ ആഗ്രഹം. പിന്നെ നിനക്ക് നന്നായിട്ടറിയാലോ അഞ്ജനയുടെ അവസ്ഥ. ചെറുപ്പത്തിലെ അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. എല്ലാത്തിനും കാരണം സത്യനാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവര്. അതുകൊണ്ട് അവരുടെ വിഷമം നമ്മൾ കാണേണ്ടേ? നീ കല്യാണത്തിന് സമ്മതിക്കണം. ഇത്രയും പറഞ്ഞ് അജയന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മുത്തശ്ശി അവിടെ നിന്നും വേഗത്തിൽ പോയി. അജയ് വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. മുത്തശ്ശിയുടെ വാക്കുകൾ അവനെ വല്ലാതെ കുഴപ്പത്തിലാക്കി. പക്ഷേ അവന്റെ മനസ്സിൽ മുഴുവൻ ആ ഒരു പഴയ മുഖമായിരുന്നു. തന്റെ പ്രാണനായിരുന്ന ഗീതു. അവളെ എങ്ങനെ മറക്കാനാണ്? ഗീതുവിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് ഒരു തിരമാല പോലെ അടിച്ചു കയറി. അവളെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ദിവസം വലിയൊരു റോസാപ്പൂ പിടിച്ച് വല്ലാത്ത ടെൻഷനോട് കൂടിയാണ് താൻ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നത്. അവൾ നോ പറഞ്ഞ് തന്റെ പ്രണയം നിരസിക്കുമോ എന്നൊക്കെ ഒരു പേടി അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഗീതു, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. വിക്കിയാണ് അവനത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ തന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അജയന്റെ നെഞ്ചരിപ്പ് കൂടി. പക്ഷേ പെട്ടെന്ന് അവളുടെ മുഖത്ത് വലിയൊരു ചിരി വിടർന്നു. അതെ, നീ എന്താ ഇത്രയും നാളിത് പറയാൻ വൈകിയത് എന്നാ ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു നീ എന്നെ ഇഷ്ടമാണെന്ന കാര്യം കുറെ നാൾ മുൻപേ പറയുമെന്ന്. എനിക്കറിയുമായിരുന്നോടോ നിനക്ക് എന്നെ ഇഷ്ടമാണ് എന്ന്. ഈ വാക്ക് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ റോസാപ്പൂ വാങ്ങിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഐ ലവ് യു അജയ് എന്ന് പറയും. അവൾ തന്നെ ഇറുക്കെ കെട്ടിപ്പിടിച്ച ആ ഒരു നിമിഷം അതൊക്കെ എങ്ങനെ മായ്ച്ചു കളയാ? അവളെ മറന്ന് മറ്റൊരു ജീവിതം അജയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഓർമ്മകളുടെ ഭാരം താങ്ങാനാവാതെ അവൻ തലക്ക് കൈകൊടുത്തിരുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് ഏരിയയിൽ അച്യുതനെ ഇരുത്തിയിട്ട് ഭൂമിക ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോക്ടർ അവളെ മാത്രം അകത്തേക്ക് വിളിച്ചു. എന്തോ വലിയൊരു അപകടം വരാനിരിക്കുന്നു എന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു.
ക്യാബിനിലെത്തിയ ഭൂമിക ഡോക്ടറുടെ മുന്നിൽ കസേരയിലിരുന്നു. അവളുടെ കൈകളൊക്കെ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ഭൂമിക, തന്റെ അച്ഛന്റെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. എന്താ എന്താ ഡോക്ടർ, അച്ഛനെന്താ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കേൾക്കണം. തളർന്നു പോവരുത്. റിസൾട്ട് പോസിറ്റീവ് അല്ല ഭൂമി. അച്യുതന് ക്യാൻസർ ആണ്. ആ വാക്ക് കേട്ടപ്പോൾ ഭൂമികയുടെ തലച്ചോറിലൂടെ ഒരു മിന്നൽ കടന്നു പോകുന്നത് പോലെ തോന്നി. അവൾ ശ്വാസമെടുക്കാൻ പോലും പാടുപെട്ടു. എവിടെയാ ഡോക്ടർ? ക്യാൻസർ? അവൾ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലെൻസിലാണ്, അതും വളരെ അഡ്വാൻസ് സ്റ്റേജാണ്. നമുക്കിനിയിപ്പോൾ ഒരുപാടധികം രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഡോക്ടർ യഥാർത്ഥം തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭൂമിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ ആ കസേരയിലേക്ക് ഇരുന്നങ്ങ് പൊട്ടിക്കരഞ്ഞു. ഇല്ല ഡോക്ടർ, എന്റെ അച്ഛൻ അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഡോക്ടർ, എന്തെങ്കിലും വഴിയുണ്ടോ അച്ഛനെ രക്ഷിക്കാൻ? സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഭൂമിക. ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഉള്ള സമയം അച്യുതന് സന്തോഷം കൊടുക്കാൻ നോക്കുക. അദ്ദേഹത്തിന് സങ്കടപ്പെടാതെ കൂടെ നിൽക്കുക. ഡോക്ടർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭൂമിക തന്റെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി. അച്യുതന്റെ മുന്നിൽ ഇനി കരയാൻ പാടില്ല. അച്ഛൻ ഇതൊന്നും അറിയരുത്. അവൾ ഒരുപാടധികം പാടുപെട്ട് മുഖത്തൊരു കള്ളച്ചിരി വരുത്തി അച്ഛന്റെ അടുത്തേക്ക് നടന്നു. തന്റെ ലോകം മുഴുവൻ തകർന്നടുകയാണെന്ന് ആ പാവം അച്ഛൻ അറിയുന്നില്ലല്ലോ. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഭൂമികയുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ച ദിവസങ്ങളായിരുന്നു അത്. അച്ഛന്റെ അസുഖം, അത് മാറില്ല എന്നുള്ള സത്യം എല്ലാം അവളുടെ നെഞ്ചിൽ ഒരു തീക്കനൽ പോലെ കടന്നു കയറി. എങ്കിലും അവൾ പുറമെ ചിരിച്ചു നിന്നു. അംബികയോട് പോലും അവൾ ഈ വിവരം പറഞ്ഞില്ല. അമ്മ ഈ സത്യം അറിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോവും. അങ്ങനെയിരിക്കെയാണ് അച്യുതന്റെ ജന്മദിനം എത്തിയത്. ഇത്തവണ പിറന്നാൾ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ ഭൂമിക തീരുമാനിച്ചു. തന്റെ അച്ഛന്റെ അവസാനത്തെ പിറന്നാൾ ആയിരിക്കുമോ ഇത് എന്ന ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചുവെങ്കിലും അവൾ അത് പുറത്തൊന്നും തന്നെ കാണിച്ചില്ല. അടുത്തുള്ള എല്ലാവരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ അവൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. അങ്ങനെ വീടാകെ അലങ്കരിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അച്യുതനും വലിയ സന്തോഷത്തിലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ ഇത്രയും അധികം ആളുകൾ വന്ന് ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അയാൾക്കും വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്യുതന്റെ മൂക്കിൽ നിന്നും ചോര വരാൻ തുടങ്ങിയത്. അതാദ്യം കണ്ടത് അംബികയായിരുന്നു. അവർ ആകെ പേടിച്ചുപോയി. അയ്യോ അച്ചുവേട്ടാ, ഇതെന്താ മൂക്കിൽ നിന്നും ചോര വരുന്നത്? എന്താ പറ്റിയത്? അംബികയുടെ നിലവിളി കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഭൂമികയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ക്യാൻസർ ലക്ഷണങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ വെച്ച് സത്യങ്ങൾ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അമ്മ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. പെട്ടെന്ന് തന്നെ എന്ത് പറയണമെന്നറിയാതെ അവൾ പതറി. എല്ലാവരും ചുറ്റുകൂടി നിൽക്കുകയാണ്. അത് വേറൊന്നുമല്ല അമ്മേ. ഭൂമിക വേഗത്തിൽ ഒരു കള്ളമങ്ങ് കണ്ടുപിടിച്ചു. അച്ഛൻ രാവിലെ കുളിക്കാൻ പോയപ്പോൾ ബാത്റൂമിന്റെ വാതിലിന്റെ മൂക്കൊന്ന് ചെറുതായിട്ട് മുട്ടിയിരുന്നു. അതിൻ്റെതായിരിക്കും ഈ ചോര വന്നത്. അമ്മ പേടിക്കാതെ, ഞാൻ വേഗം പോയി കുറച്ച് ഐസ് എടുത്തോണ്ട് വരാം. അവൾ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഒരു കണക്കിന് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. പക്ഷേ അവൾക്ക് മാത്രം അറിയാമായിരുന്നു ആ മൂക്കിൽ നിന്നും വന്ന ചോരയുടെ അർത്ഥം എന്താണ് എന്ന്. തന്റെ അച്ഛൻ പതുക്കെ പതുക്കെ മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. അന്ന് രാത്രി വീട് മുഴുവൻ ഉറങ്ങിയതിനു ശേഷം ഭൂമിക തന്റെ മുറിയിൽ ഒറ്റയടിക്കങ്ങ് വാവിട്ട് കരഞ്ഞു. പകല് മുഴുവൻ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിർത്തിയ ആ ഒരു ചിരിയുടെ മുഖം മൂടി അവൾ അഴിച്ചു വെച്ചു. അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അതേ നിശബ്ദമായ രാത്രിയിൽ അങ്ങ് ദൂരെ മറ്റൊരു വീട്ടിൽ അജയ് തന്റെ ഗീതുവിനെ ഓർത്ത് കണ്ണുനീർ വാർക്കുകയായിരുന്നു. സ്വന്തം സങ്കടങ്ങളിൽ നീറിപ്പുകയുന്ന രണ്ട് മനുഷ്യർ. ഒരാൾക്ക് തന്റെ ജീവനായ അച്ഛനെ നഷ്ടപ്പെടുമോ എന്ന പേടി, മറ്റൊരാൾക്ക് തന്റെ ജീവന്റെ പാതിയായ പ്രണയിനെ നഷ്ടപ്പെടുമോ എന്ന വേദന. ഇരുവരുടെയും ജീവിതം ഇനി എങ്ങോട്ടേക്കായിരിക്കും? കാലം അവർക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഈ കണ്ണുനീരിനപ്പുറം അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയുമോ? അതെല്ലാം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.